ശ്രീ എൻ പി ചെക്കുട്ടി, ഇതിപ്പോൾ കണ്ണൂരിൽ മാത്രമാണോ ഈ എതിരഭിപ്രായം വരുന്നത്? യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം ഒരു യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ മുന്നണി യോഗം ഇതുവരെ ആ രൂപത്തിൽ ചേർന്നില്ല. ഒരു തവണ ചേർന്ന് പിന്നീട് ചേരാം, നമുക്ക് വിശദമായ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. ഇതുവരെ യോഗം ചേർത്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്തൊക്കെ ഉന്നയിക്കണമെന്നുള്ള കാര്യത്തിൽ LDF-ൽ ഏകാഭിപ്രായം വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇനി പാർട്ടിക്കകത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ പിണറായി വിജയനോട് എണീറ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ബാലഗോപാൽ ചോദിക്കുന്ന അടക്കം നമ്മൾ സഭയിൽ കാണുകയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി നാളെ തുടങ്ങാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയും പ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിനു മുന്നോടിയായി ഇവിടെ മറ്റൊരു ചേരി ഇപ്പോൾ രൂപപ്പെടുന്നു. അത് വലിയ ശക്തമായ രൂപത്തിലേക്കൊന്നും വളർന്നിട്ടില്ല എങ്കിലും പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നു. അത് നൽകുന്ന സൂചന എന്താണ് ശ്രീ എൻ പി ചെക്കുട്ടി? അല്ല, കണ്ണൂരുണ്ടായിരിക്കുന്ന വികസനങ്ങൾ സത്യത്തിൽ വളരെ പ്രധാനമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒന്നാമത്തെ കാരണം, കണ്ണൂർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ CPM-ൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള യൂണിറ്റുള്ള, ഏറ്റവും ശക്തമായ ഘടകമുള്ള ഒരു പാർട്ടിയാണ്. വളരെ സോളിഡായിട്ടൊരു പൊളിറ്റിക്കൽ ഫോർമേഷനായിരുന്നു കണ്ണൂരിലുണ്ടായിരുന്നത്. അവിടെയാണ് CPM-ൻ്റെ ഏറ്റവും കരുത്തരായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാർ. അന്ന് മാത്രമല്ല, പഴയകാലം മാത്രമല്ല, ഇന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരുള്ള പാർട്ടിയാണ് കേരളത്തിലെ എൻറ്റയർ പാർട്ടിയുടെ കാര്യങ്ങൾക്ക് ഒരു നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ട് വലിയ സംഘർഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ സംഭവിച്ചതല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഇത് വളരെ വ്യാപകമായിരുന്നു. കേരളത്തിലിപ്പം നിയമസഭയിൽ 4 റബൽ ആയിട്ടുള്ള CPM റബലായിട്ട് വന്ന 4 MLA-മാരിൽ രമ നേരത്തെ തന്നെ റബലായിട്ട് ജയിച്ചു. ഇത്തവണ സുധാകരൻ ജയിച്ചു. ബാക്കി 2 പേരും ഈ പ്രദേശത്തു നിന്നുള്ള ആളുകളാണ്. കുഞ്ഞികൃഷ്ണൻ ആയാലും ശരി, ഗോവിന്ദനായാലും ശരി, ആ പ്രദേശത്തുള്ള ആളുകളാണ്. അപ്പോൾ ഇന്ന് വരെ CPM-ൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം വളരെ ശക്തമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ക്രൈസിസ് കണ്ണൂരിലെ പാർട്ടിയിലുണ്ട്. അതിനകത്ത് സത്യത്തിൽ പാർട്ടിയെ നയിക്കാൻ ശേഷിയുള്ള, പാർട്ടിയെ നയിക്കാൻ ഒരു ലീഡർഷിപ്പ് കാപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റേച്ചറുള്ള ലീഡർ അവിടെ ഇല്ലാനും. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്ക് സത്യത്തിൽ ആ നിലയ്ക്ക് ഒരു പാർട്ടിയെ നയിക്കാനുള്ളൊരു ശേഷിയൊന്നുമില്ല. അദ്ദേഹത്തെക്കാൾ എത്രയോ കരുത്തരായ നേതാക്കന്മാർ പാർട്ടിയിൽ തന്നെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ക്രൈസിസ് അവിടെയുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കണ്ണൂർ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിന്നാണ് ഈ MV ഗോവിന്ദനായാലും ശരി, പിന്നെ പിണറായി വിജയനായാലും ശരി, കോടിയേരി ആയാലും ശരി, ഇങ്ങനെയുള്ള ആളുകൾക്ക് സംസ്ഥാന ദേശീയ തലത്തിലേക്ക് മാറിയത്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ഇവരുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടായിരിക്കുന്ന തകർച്ച, അതുണ്ടാക്കിയിരിക്കുന്ന വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, അത് സാധാരണ നിലയിലാണ് ഈ കണ്ണൂർ പാർട്ടി അവർ ഡിഫെൻഡ് ചെയ്യുക ചെയ്യുന്നത്. എല്ലാ കാലത്തും കണ്ണൂർ പാർട്ടി തങ്ങളെ അയച്ച നേതാക്കളെ, തങ്ങളുടെ ഭാഗമായിട്ട് നിന്ന നേതാക്കളെ അവരെന്നും ഡിഫെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ പാർട്ടി തന്നെയാണ്, കണ്ണൂരിലെ അണികളാണ് ഇവരെ കൈവിട്ടിരിക്കുന്നത്. അത് ഗോവിന്ദനായാലും ശരി, പിണറായി വിജയനായാലും ശരി, അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളായാലും ശരി, അവർ ആ പാർട്ടി കൈവിടുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം വരാൻ പോകുന്ന നാളത്തെ കമ്മിറ്റിയിൽ മാത്രമല്ല, ഇവരുടെ ദേശീയ എക്സ്പാൻഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റി യോഗമുണ്ട്. ഒരു പ്ലീനത്തിൻ്റെ സ്വഭാവമുള്ളതാണ്. ആ സമ്മേളനങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് വരും, കൃത്യമായിട്ടുള്ള നിലപാടുകൾ ആളുകൾ വ്യക്തമാക്കേണ്ടതായിട്ട് വരും, തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി പോകേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ണൂരിലെ നേതാക്കളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ തങ്ങളുടെ വിയോജിപ്പ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നുള്ളത് പാർട്ടിയിൽ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലാകെ വരാൻ പോകുന്ന വലിയൊരു തിരുത്തലിൻ്റെ സൂചനയാണ്. ആ തിരുത്തൽ എങ്ങനെയാണ് വരിക നമുക്കറിയില്ല. തീർച്ചയായും പിണറായി ആയാലും ശരി, ഗോവിന്ദനായാലും ശരി, മറ്റു നേതാക്കളായാലും ശരി, അവരൊരുപാട് കാര്യങ്ങൾക്ക് ആൻസർ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരിങ്ങനെ പാർട്ടിയിലുണ്ടായ ചർച്ചകൾ പോലും വേണ്ട വിധമല്ല താഴോട്ട് പ്രചരിപ്പിച്ചത്. പാർട്ടി കമ്മിറ്റികളിലുണ്ടായിരുന്ന സ്വയം വിമർശനത്തിന് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, അതിന് ശക്തി പൂർണ്ണമായിട്ടും മറച്ചു വെച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയത്. സ്വാഭാവികമായിട്ടും അതിനോടുള്ള വിയോജിപ്പ് ആളുകൾക്കുണ്ട്. ഇതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കുന്നത് CPM-നകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിരുത്തൽ പ്രക്രിയ പാർട്ടി നേതാക്കൾ എങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലും ശരി, അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ കഴിയാത്ത വിധം അത് വളരെ വളരെ ശക്തമായിട്ട് ഒരു കൊടുങ്കാറ്റായിട്ട് പാർട്ടിയിൽ ആഞ്ഞടിക്കും എന്ന് ഞാൻ കരുതുന്നത്. അതിൻ്റെ സൂചനകളാണ് ഇപ്പം പാർട്ടിയിലെ കണ്ണൂരെ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരടക്കമുള്ള ആളുകൾ ശക്തമായിട്ട് ഉന്നയിക്കുന്നത്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ കേന്ദ്ര കമ്മിറ്റി മെമ്പേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ആ പാർട്ടി പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
Debate with Smriti Parathikkad.